സ്വാദിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിസ്ക്കറ്റാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നല്ല ഒരു കോക്കനട്ട് ബിസ്ക്കറ്റ്. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതും നല്ല രുചിയുമുള്ള ഒരു ബിസ്ക്കറ്റാണ് കോക്കനട്ട് ബിസ്ക്കറ്റ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിസ്ക്കറ്റാണ്, കോക്കനട്ട് ബിസ്ക്കറ്റാണ്. നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു ബിസ്ക്കറ്റാണ്. നല്ല ടേസ്റ്റായിട്ടുള്ള ബിസ്ക്കറ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ബിസ്ക്കറ്റാണ്. അതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അത് തേങ്ങ തിരുമ്മിയതാണ് വേണ്ടിയത്. അതിന് 2 കപ്പ് തേങ്ങ തിരുമ്മിയത് വേണം. 1 കപ്പ് മൈദ. 1 കപ്പ് മൈദ ആവശ്യം വരത്തില്ല ചിലപ്പോൾ. അപ്പോൾ തേങ്ങയുടെ മയം അനുസരിച്ചാണ് നമുക്ക് മൈദ ചേർക്കേണ്ടത്. ചിലപ്പോൾ 3/4 കപ്പേ നമുക്ക് ആവശ്യമുണ്ടായിരിക്കുള്ളൂ. എന്തായാലും 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 കപ്പ് പഞ്ചസാര പൊടിച്ച പഞ്ചസാരയാണ് 1 കപ്പ്. ഏത് കപ്പിന് എടുക്കുന്നോ ആ കപ്പിന് പൊടിച്ച പഞ്ചസാര 1 കപ്പ് വേണം. പൊടിക്കാത്ത പഞ്ചസാര 1 കപ്പ് എടുത്ത് പൊടിക്കുകയല്ല. പിന്നെ നമ്മൾ ആ ബിസ്ക്കറ്റിൻ്റെ നടുക്ക് നമ്മൾ ചെറി വെക്കുന്നുണ്ട്. അതിന് ചെറിയുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഞാൻ ഏലക്കായും കൂടെ ഇട്ട് പൊടിച്ചെടുത്തതാണ് ഈ പഞ്ചസാര. പിന്നെ 1 നുള്ള് ഉപ്പ്. ഇത്രയാണ് ഇതിന് വേണ്ടി സാധനങ്ങൾ. ഈ തേങ്ങ നമുക്കൊന്ന് ചോപ്പറിനകത്തോ മിക്സിക്കകത്തോ ഇട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഒരു മയം വരാൻ വേണ്ടി തേങ്ങാപ്പീര പല ടൈപ്പായിരിക്കും, പല അളവായിരിക്കും. അതുകൊണ്ട് ഒരേ ഇതിൽ നമുക്ക് മയം കിട്ടാൻ വേണ്ടി ഒന്ന് ചോപ്പറിനകത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. തേങ്ങ ചോപ്പറിനകത്തിട്ട് ഒന്ന് ചോപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഒരേപോലെ ആയിരിക്കും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വലുതും ചെറുതായിട്ട് കിടക്കത്തില്ല. അതിന് വേണ്ടിയാണ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് കുഴച്ചെടുക്കാം. ആദ്യം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചതിട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്ത് മിക്സാക്കി എടുക്കണം. നമ്മളിതിനകത്ത് വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ഈ തേങ്ങയുടെ മയം കൊണ്ടാണ് ഇത് നമുക്ക് മിക്സാക്കി എടുക്കേണ്ടത്. പഞ്ചസാര പൊടിച്ചതെല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൈദ കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്യാം. ആ കൂട്ടത്തിൽ നമുക്ക് 1 നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇത്ര മൈദ മതി. 3/4 കപ്പേ നമുക്ക് ആവശ്യമുള്ളൂ. ചില തേങ്ങാപ്പീരയ്ക്ക് നല്ല മയമായിരിക്കും. നിങ്ങൾ 1 കപ്പ് എടുക്കുക. ആവശ്യത്തിന് കുറച്ച് ഇട്ട് കുഴച്ചെടുക്കുക. ഇത് നല്ല മയത്തിലാണ് നമുക്ക് ഇരിക്കേണ്ടത്. നമുക്കിനി നല്ലതുപോലെ മയത്തിൽ കുഴച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഉരുട്ടിയെടുക്കാം. കയ്യിൽ ശകല എണ്ണ തടവിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഉരുള എടുക്കണം. നല്ലപോലെ ഉരുട്ടിയെടുത്തിട്ട് ഒന്ന് അമക്കി കൊടുക്കാം. അതിൻ്റെ പുറത്ത് നമുക്കൊരു ചെറി കൂടി വെക്കാം. ഇടയ്ക്കിടയ്ക്ക് കയ്യെ ശകലം എണ്ണ തടവി കൊടുക്കണം, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. എല്ലാം നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. എല്ലാം ഇതുപോലെ പരത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം. ഈ ബിസ്ക്കറ്റ് തിരിച്ചിടേണ്ട കാര്യമില്ല.
എണ്ണ മുങ്ങിക്കിടക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ബിസ്ക്കറ്റാണ്. നല്ല ടേസ്റ്റുമാണ്. തേങ്ങ ചേർത്തതായതുകൊണ്ട് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടല്ലോ. നല്ല ടേസ്റ്റുള്ളൊരു ബിസ്ക്കറ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്കെടുക്കാം. എല്ലാം നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ബിസ്ക്കറ്റ് അതിനകത്തോട്ടിടാൻ. അത് കഴിഞ്ഞ് ഒന്ന് തിളയ്ക്കുന്ന ഉടനെ തീ കുറച്ച് സിമ്മാക്കി ഇടണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുക്കാം. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ബിസ്ക്കറ്റാണ്. നല്ല ടേസ്റ്റാണ്. നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴും. നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം 3 സാധനങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.